ആരോഗ്യം അമൂല്യം. മലാശയാർബുദം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിനേഷ് പി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാൽ നിയോഗിക്കപ്പെട്ട ഏജൻസിയുടെ നിഗമനത്തിൽ വൻകുടൽ മലാശയ അർബുദങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്ന ക്യാൻസറുകളിൽ മൂന്നാമത്തേതായി ഗണിക്കപ്പെടുന്നു. അർബുദത്തിനാൽ മരിക്കപ്പെടുന്നവരുടെ കണക്കെടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സ്ഥാനവും ഈ രോഗത്തിനുണ്ട്. ഇന്ത്യയിലാകട്ടെ 2013 കണക്ക് പ്രകാരം സ്ത്രീകളുടെ ഇടയിൽ ഇക്കാര്യത്തിൽ ഒന്നാം സ്ഥാനവും ഈ ക്യാൻസറിനുള്ളതാണ്. ദഹനവ്യവസ്ഥയുടെ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന അവയവങ്ങളാണ് വൻകുടൽ, മലാശയം എന്നിവ. ഇവയെ ബാധിക്കുന്ന അർബുദങ്ങളെയാണ് നമ്മൾ കോളോറക്ടൽ മാലിഗ്നൻസീസ് അഥവാ വൻകുടൽ മലാശയ അർബുദങ്ങൾ എന്ന പേരിൽ വിളിക്കുന്നത്. പല കാരണങ്ങളാലും വൻകുടൽ മലാശയ ക്യാൻസറുകൾ ഉണ്ടാവാം. പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുന്നതായി കാണാം. പൊണ്ണത്തടിയും നിഷ്ക്രിയത്വവും ഇത് വരാനുള്ള സാധ്യത വളരെയധികം കൂട്ടുന്നുണ്ട്. പുകവലി, മദ്യപാനം, ചിലതരം ഇറച്ചികൾ, ഉദാഹരണത്തിന് ബീഫ്, പോർക്ക്, ആട് എന്നിവയുടെയൊക്കെ അമിതമായ ഉപയോഗം ഈ അർബുദത്തിനുള്ള കാരണമായേക്കാവുന്നവയാണ്. പാരമ്പര്യവും ഒരു പ്രധാന കാരണമായി പരിഗണിക്കപ്പെടുന്നു. വൻകുടൽ മലാശയ അർബുദങ്ങളുടെ ലക്ഷണങ്ങൾ വിവിധങ്ങളാണ്. ആദ്യഘട്ടങ്ങളിൽ പലപ്പോഴും ഒരു അസ്വസ്ഥതയും ഉണ്ടാവാറില്ല. മലശോധനയിലെ ദിനചര്യകൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, മലത്തിലൂടെയോ അല്ലാതെയോ ഉള്ള രക്തം പോക്ക്, വിട്ടുമാറാത്ത വയറുവേദന, മലശോധനയ്ക്ക് ശേഷവും അപൂർണത അനുഭവപ്പെടൽ, കലശലായ ക്ഷീണം, കാരണമില്ലാതെയുള്ള ശരീരഭാരക്കുറവ് എന്നിവയൊക്കെ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാവാം. രോഗനിർണയം താരതമ്യേന ലളിതമാണ്. നേരത്തെ പ്രതിപാദിച്ച ലക്ഷണങ്ങളുള്ള വ്യക്തിയെ മലാശയ പരിശോധന നടത്തിയതിനു ശേഷം കൊളോണോസ്കോപ്പി, MRI എന്നീ ടെസ്റ്റുകൾ നിർദ്ദേശിക്കുന്നു. കൊളോണോസ്കോപ്പി വഴിയുള്ള ബയോപ്സി മാർഗമാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. വൻകുടൽ മലാശയ അർബുദങ്ങളുടെ ചികിത്സയിൽ ശസ്ത്രക്രിയ, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി എന്നീ വിഭാഗങ്ങളുടെ ഉപയോഗം ആവശ്യമായി വരാറുണ്ട്. തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കപ്പെടുന്ന രോഗങ്ങൾക്ക് ചിലപ്പോൾ ശസ്ത്രക്രിയ മാത്രം മതിയായേക്കാം. വൈകി കണ്ടുപിടിക്കുന്ന രോഗങ്ങൾ പൊതുവെ അപകടകാരികളാണെങ്കിലും ആധുനിക വൈദ്യശാസ്ത്രം വൻകുടൽ മലാശയ ക്യാൻസർ ചികിത്സാ രംഗത്ത് വൻ കുതിപ്പ് തന്നെ നടത്തിയിട്ടുണ്ട്. ഇന്ന് മികച്ച ഫലം തരുന്ന ചികിത്സാരീതികൾ താരതമ്യേന ചെലവ് കുറഞ്ഞു തന്നെ ലഭ്യമാണ്. നേരത്തെ കണ്ടുപിടിക്കപ്പെടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയാണ് സ്ക്രീനിംഗ് ടെസ്റ്റുകളുടെ പ്രസക്തി. കൊളോണോസ്കോപ്പി എന്ന ടെസ്റ്റാണ് സ്ക്രീനിങ്ങിനായി ഉപയോഗിക്കുന്നത്. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിന് നേരത്തെയും സ്ക്രീനിംഗ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ രീതിയിലുള്ള വ്യായാമം, പൊണ്ണത്തടി കുറയ്ക്കൽ, റെഡ് മീറ്റ് കുറയ്ക്കൽ, സസ്യാഹാരം വർദ്ധിപ്പിക്കുക, മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക എന്നിവയൊക്കെ വഴി ഒരു പരിധിവരെ വൻകുടൽ മലാശയ ക്യാൻസറിനെ നമുക്ക് പ്രതിരോധിക്കാം. മലാശയാർബുദം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിനേഷ് പി.